58 വയസ്സായ ജോലിയില്ലല്ലോ അല്ലേ? നമ്മൾ ജോലി ചെയ്യാൻ സാധിക്കുന്നിടത്തോളം കാര്യം ജോലി അല്ലേ? നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കുന്നത്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി അല്ലേ? ഒരുപക്ഷെ എല്ലാവരുടെയും നിങ്ങൾക്ക് സഹായം ഉണ്ടാവും, മക്കളെ ഉണ്ടാവും, കുടുംബം ഉണ്ടാവും. പക്ഷെ എന്നാലും ഇതൊരു ആക്ടിവിറ്റിയാണ് അല്ലേ? We have to do our work. Yes, of course. അതെ. Yes. സന്തോഷമായിട്ടാ ആ ത്രില്ലി നിൽക്കുവാണല്ലേ. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷത്തിലായിരുന്നു ആ 70-കാരൻ. ലുലുവിലെ ജോലിക്കായുള്ള ഇൻ്റർവ്യൂവിന് ക്യൂ നിൽക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി വളരെ പ്രായം ചെന്ന ഒരാളെ ശ്രദ്ധയിൽപ്പെടുന്നത്. വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷവും വെറുതെ ഇരുന്ന് ശീലമില്ലാത്തതിനാലാണ് കൊല്ലം കൂട്ടിക്കട സ്വദേശി റഷീദ് ജോലി തേടിയെത്തിയത്. ലുലുവിലെ ജോലി അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി മാറിയതോടെ റഷീദ് ചേട്ടനെ ലുലു അധികൃതർ ജോലിക്കായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു MA യൂസഫലി സാഹിബിനെ നേരിട്ട് കാണുക എന്നത്. വീടിനടുത്ത് കൊട്ടിയത്ത് ലുലു മാൾ ഉദ്ഘാടനം ചെയ്യാൻ MA യൂസഫലി വന്നതോടെയാണ് നേരിട്ട് കാണാനുള്ള സാഹചര്യമുണ്ടായത്. അങ്ങനെ യൂസഫലി സാഹിബ് റഷീദുമായി സംസാരിച്ചു, ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷത്തിൽ റഷീദ് ചേട്ടൻ്റെ കണ്ടമിടറി. വാക്കുകൾ പെട്ടെന്ന് പുറത്തു വന്നില്ല. എന്നോട് മീഡിയക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്നാ റിട്ടയർ ചെയ്യുക? ഞാൻ പറഞ്ഞ റിട്ടയർമെൻറ്റ് ടു ഖബർ. അതല്ലേ ശരി? പിന്നെ അവൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം എത്രത്തോളം ഉണ്ട്, നമ്മൾക്ക് എത്രത്തോളം ജീവിക്കാൻ പറ്റും എന്നാണ്. ഡിപ്പെൻഡ് ചെയ്യാം. ഖുർആൻ തന്നെ പറയുന്നു, എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുട്ടികളെപ്പോഴാകുമായിരുന്നു. അതാണ്. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുന്നത്, നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല, എനിക്ക് നടക്കാൻ പറ്റില്ല, ആൾക്കാരെ മനസ്സിലാവില്ല. അപ്പോൾ ആരോഗ്യത്തോടു കൂടിയ മരണം, അതോ അതിനെയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. സന്തോഷമായോ? തീർച്ചയായും തീർച്ചയായും. എന്താ പറയാനുള്ളത് യൂസഫലി സാറിനെ കണ്ടിട്ട്? കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം. അതെ, അദ്ദേഹത്തിൻ്റെ കൂടെ വന്നൊരു ഫോട്ടോ എടുക്കാനും അത് അവസാനം വരെ അത് നിലനിൽക്കട്ടെ എന്നുള്ളൊരു ഹാപ്പി, അത്രയേ ഉള്ളൂ. വലിയ ആഗ്രഹമല്ലായിരുന്നു? തീർച്ചയായും തീർച്ചയായും. എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല അല്ലേ? മതി വരില്ല. കുറച്ച് നേരത്തേക്ക് വാക്കുകളില്ലായിരുന്നു. അതെ, കണ്ടതിലുള്ള സന്തോഷം, അതിയായ സന്തോഷം. എന്താ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞു മരിക്കുന്നത് വരെ ആരോഗ്യത്തോടുകൂടി ജോലി ചെയ്യാൻ പറഞ്ഞു, ആരെയും ആശ്രയിക്കാതെ. തീർച്ചയായും അങ്ങനെ തന്നെ പോകണം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതിനോട് കൂടി ഒരു വാക്കുകൂടെ ഞാൻ ചേർത്തത്, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ. അതെ, വല്ലാത്തൊരു ഇൻസ്പിറേഷനാണ്. ഓഫ് കോഴ്സ്. യൂസഫലി സാറിനെ കണ്ടിട്ട് എന്ത് തോന്നി നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ? അൽഹംദുലില്ലാ, ഹാപ്പിയാണ്. കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു കണ്ടു എന്നുള്ളൊരു സന്തോഷം, അത്രയോ. കാണും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? കാണും എന്ന് കരുതി. അത് ഇത്ര അടുത്ത് കാണാൻ പറ്റി. എനിക്ക് അനുഗ്രഹിച്ച് തന്നു. അത്ര വിഷയമായിരുന്നു. കാണാൻ പറ്റുന്നു. നമ്മൾ ജോലി ചെയ്യാൻ സാധിക്കുന്നിടത്തോളം കാര്യം ജോലി അല്ലേ? നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കുന്നത്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി അല്ലേ? ഒരുപക്ഷെ എല്ലാവരുടെയും നിങ്ങൾക്ക് സഹായം ഉണ്ടാവും, മക്കളെ ഉണ്ടാവും, കുടുംബം ഉണ്ടാവും. പക്ഷെ എന്നാലും ഇതൊരു ആക്ടിവിറ്റിയാണ്
അല്ലേ? Yes, I like that. We have to do our work. Yes, of course. Okay.